നമ്മൾ വളരെ വേഗത്തിൽ കോതമംഗലത്തേക്കാണ് പോകുന്നത്. അവിടെ കാട്ടാന ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവത്തിൽ ജനരോഷം ശക്തമാവുകയാണ്. ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് എത്തുന്നു. നേരത്തെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. കളക്ടർ എത്തട്ടെ എന്നാണ് പറഞ്ഞത്. മൃതദേഹവുമായി ആളുകൾ പ്രതിഷേധിക്കുന്നു, തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നാണ് ഈ പുതിയ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ജനപ്രതിനിധികളുണ്ട്, നാട്ടുകാരുണ്ട്. അവിടെ ഇന്ന് രാവിലെ തന്നെ വലിയ സംഘർഷാവസ്ഥ ഈ സംഭവത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു. താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ ആ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത് പ്രതിഷേധവുമായി നാട്ടുകാർ മൃതദേഹവും വഹിച്ചുകൊണ്ട് തെരുവിലേക്ക് എത്തുകയാണ്, തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, നേരത്തെ നമ്മൾ കോതമംഗലത്ത് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധമുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല, കളക്ടർ വരാതെ എന്ന് നാട്ടുകാർ പറഞ്ഞു. മൃതദേഹവുമായി ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുകയാണോ? നിലവിലിപ്പോൾ കോതമംഗലം നഗരത്തിൽ ഈ മൃതദേഹവുമായി നടക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതെന്താണ് ഈ മൃതദേഹവുമായി പ്രതിഷേധത്തിന്റെ കാരണം? ഈ മന്ത്രിയും ഗവൺമെന്റും ഒക്കെ വരട്ടെ. എവിടെയാ മന്ത്രിമാരും ഗവൺമെന്റും ഒക്കെ എവിടെ എത്തിയിരിക്കുക? ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്രയും സമയമായല്ലോ, ഇവിടെ ആരും തിരിഞ്ഞു നോക്കാനല്ലോ. ഉദ്യോഗസ്ഥന്മാരെവിടെ? ഫോറസ്റ്റുകാരെവിടെ? വെറുതെ എങ്ങനെ ഒരു മറുപടിയും പറയാതെ ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ കുരുതി കൊടുത്തിട്ട് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സമയം ശരിയല്ല. എവിടെയാ മന്ത്രിമാര്? പ്രതിഷേധം ഇതുമായി ഈ മൃതദേഹവുമായി പ്രതിഷേധം തുടരാനാണോ തീരുമാനം? ഈ പ്രതിഷേധം തുടരാനാണോ? വിജയകുമാർ, നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ മൃതദേഹവുമായി കോതമംഗലം നഗരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ മോർച്ചറിയിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് ഇറക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി. പക്ഷേ അത് കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ട് അവർ തടഞ്ഞു. നിലവിൽ ഈ മൃതദേഹവുമായി ഈ കോതമംഗലം നഗരത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്ന, അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മന്ത്രി അടക്കമുള്ള, ജില്ലാ കളക്ടറും മന്ത്രിയും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ്. നിലവിൽ ഈ മൃതദേഹം അടക്കം ചെയ്യുന്നതിനോ പോസ്റ്റ്മോർട്ടം നടപടികൾക്കോ അനുവദിക്കില്ല. ഇത് നിരന്തരമായി ഈ ആനശല്യമുള്ള മേഖലയാണ് ഇവിടം. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ളതല്ലാതെ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നാണ് ഇപ്പോൾ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പറയുന്ന പ്രധാനപ്പെട്ട. ശ്രീകാന്ത്, ഒരു നിമിഷം ശ്രീകാന്ത് തുടരുക. ഈ ദൃശ്യങ്ങൾ നമ്മൾ ആശുപത്രിയിൽ നിന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ മൃതദേഹം അല്ലെങ്കിൽ പോലീസിനെ തള്ളി മാറ്റി ബലമായി ആ മൃതദേഹം അവിടെ ആശുപത്രിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. പോലീസുമായി അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. DCC പ്രസിഡന്റിനെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. DCC പ്രസിഡന്റ് വളരെ ബലമായി തന്നെ ആ മൃതദേഹവും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പോലീസ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസിന്റെ വലയം ഭേദിച്ച് പോലീസിനെ തള്ളി മാറ്റി, അക്ഷരാർത്ഥത്തിൽ പോലീസിനെ തള്ളി മാറ്റിയാണ് DCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ മൃതദേഹവുമായി പുറത്തേക്ക് നാട്ടുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകുന്നത്. ആ മൃതദേഹം ഇപ്പോൾ കോതമംഗലം ടൗണിലൂടെ കൊണ്ടുപോകുമ്പോൾ, ഒരു പ്രതിഷേധ യാത്രയെ കൊണ്ടുപോകുമ്പോൾ അവിടെ DCC പ്രസിഡന്റ് ഉണ്ട്, ഡീൻ കുര്യാക്കോസ് MP ഉണ്ട്, മാത്യു കുഴൽനാടൻ MLA ഉണ്ട്, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, മറ്റ് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഉണ്ട്. മുഹമ്മദ് ഷിയാസ് DCC അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ആശുപത്രിയിൽ നിന്ന് ബലമായി തന്നെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോയത്. പോലീസിനെ തള്ളി മാറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മർദ്ദനമേറ്റോ എന്ന് പോലും സംശയമുണ്ട്. കാരണം ആ നിലയിൽ ഉള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പോലീസ് വളരെ പതിയെ പിന്മാറുകയും ചെയ്തിരുന്നു അവിടെ നിന്ന്. യഥാർത്ഥത്തിൽ പോലീസിനെ തള്ളി മാറ്റിയ തന്നെ പോലീസിനെ മർദ്ദിച്ച ശേഷം, അല്ലെങ്കിൽ പോലീസിനെ തള്ളി മാറ്റിയോ ആണ് മൃതദേഹവുമായി DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവർ പുറത്തേക്ക് ഇറങ്ങിയത്. അതിപ്പോൾ വിലാപയാത്ര അല്ലെങ്കിൽ ഒരു പ്രതിഷേധ യാത്രയായി കോതമംഗലം നഗരത്തിലൂടെ നീങ്ങുകയാണ്. മന്ത്രി വരട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥർ വരട്ടെ, അവരൊക്കെ എവിടെയാണ് എന്നാണ് ഡീൻ കുര്യാക്കോസ് MP ചോദിക്കുന്നത്. നമ്മൾ 2 ആഴ്ച മുമ്പ് വയനാട്ടിൽ 2 തവണയായി കണ്ട അതേ ദൃശ്യങ്ങൾ, അതേ കാഴ്ചകൾ ഇവിടെ കോതമംഗലത്ത് എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ ഇടുക്കി എറണാകുളം ജില്ലയുടെ അതിർത്തിയിൽ ഇപ്പോഴത് ആവർത്തിക്കുകയാണ് എന്ന് വേണം കരുതാൻ. നേര്യമംഗലത്തിന് സമീപം ഇന്ന് രാവിലെയാണ് 9:30യോടുകൂടിയാണ് ഒരു വയോധികയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. അവരുടെ കൃഷി വിളവെടുക്കുന്നതിനിടെ അത് വിളവെടുക്കുന്നതിനിടെ പാഞ്ചെത്തിയ കാട്ടാന അവരെ ആക്രമിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി
മരണം സംഭവിക്കുകയും ചെയ്തു. അതിന് ദൃക്സാക്ഷിയായ ഒരു വയോധികയായ ഒരു അമ്മ വളരെ നെഞ്ചുപൊട്ടുന്ന തരത്തിൽ വിലപിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു. അവിടെ വേലി സ്ഥാപിച്ച് രക്ഷിക്കണമെന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. വനം വകുപ്പ് പക്ഷേ അതിന് കൂട്ടാക്കിയില്ല എന്നാണ് നേരത്തെ പഞ്ചായത്ത് അംഗം, ആ മേഖലയിലെ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്ത് അംഗം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കടുത്ത പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീകാന്ത്, ആശുപത്രിയിൽ നിന്ന് ബലമായി എന്ന് വെച്ചാൽ പോലീസിനെ തള്ളി മാറ്റി ഈ മൃതദേഹവുമായി DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? എവിടേക്കാണ് അവർ പോകുന്നത്? നേര്യമംഗലത്തേക്ക് യാത്ര ചെയ്യുകയാണോ ആ സംഘം ഇപ്പോൾ? നിലവിൽ കോതമംഗലം നഗരത്തിൽ അവരുടെ പ്രതിഷേധം, ഈ മൃതദേഹവുമായുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതിൽ കേവലം പ്രതിനിധികൾ മാത്രമല്ല, അവിടുത്തെ പൊതുസമൂഹം ഒന്നടങ്കം ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നുണ്ട്. അവിടുത്തെ പുരോഹിതരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു, നാട്ടുകാരെത്തിച്ചേർന്നിരുന്നു, ബന്ധുക്കളുണ്ട്. നേരത്തെ ഈ മരിച്ച ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണനോട് നമ്മൾ ചോദിച്ചതാണ് എന്താണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളിൽ അടക്കം സഹകരിക്കാത്തത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇനിയും ഇത് തുടരാനാകില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടേക്ക് എത്തിച്ചേരാതെ ഒരു തരത്തിലുള്ള അനുനയ ചർച്ചകൾക്കും തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചു. ഈ മോർച്ചറിയിൽ കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ പോലീസും തമ്മിൽ നടന്ന വലിയ ഉന്തും തള്ളും. അതായത് പോലീസ് മൃതദേഹം പിടിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകാൻ ശ്രമിക്കവേ കോൺഗ്രസ് നേതാക്കൾ ശക്തമായി അതിനെ തടയുകയാണ് ഉണ്ടായത്. മൃതദേഹം പിടിച്ചു വാങ്ങി ഇപ്പോൾ കോതമംഗലം നഗരത്തിൽ പ്രതിഷേധം നടത്തുകയാണ്. ഇത് നേര്യമംഗലത്തേക്ക് നടക്കുകയല്ല, നിലവിലിപ്പോൾ കോതമംഗലം നഗരത്തിൽ പ്രതിഷേധം നടത്തുകയാണ്. അതിൽ തന്നെ ഈ ആനശല്യം വലിയ തോതിൽ രൂക്ഷമായ മേഖല കൂടിയാണ്. UDFന്റെ എറണാകുളം ജില്ലാ കൺവീനർ കൂടിയായ ഷിബു തെക്കമുറം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ ഈ ആനശല്യത്തിനെതിരെ വലിയ പ്രതിഷേധവുമായൊക്കെ രംഗത്ത് വന്നയാളാണ്. എന്താണ് ഈ വിഷയത്തിൽ അങ്ങേക്ക്? ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ കോതമംഗലത്ത് ഉണ്ടായ ഈ ദാരുണമായ സംഭവം. നിരവധി പ്രാവശ്യം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതാണ്. കോതമംഗലം നിയോജകമണ്ഡലത്തിൻ്റെ 5 പഞ്ചായത്തുകളും ഇടുക്കി ജില്ലയും വന്യമൃഗങ്ങളായ വലിയ ആക്രമണ ഭീഷണിയിൽ കഴിയുന്ന ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ പോലീസുമായി സംഘർഷം നടക്കുന്ന ദൃശ്യങ്ങളാണ് വിജയകുമാരി കാണാൻ സാധിക്കുന്നത്. മൃതദേഹം ബലമായി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പോലീസുമായി സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. മൃതദേഹം കോതമംഗലം നഗരത്തിൽ മൃതദേഹവുമായി പ്രതിഷേധം നടത്താൻ അനുവദിക്കുന്നില്ല. വല്ലാത്ത ദാരുണമായ കാഴ്ച, വല്ലാത്ത സംഘർഷാവസ്ഥ ഇപ്പോൾ കോതമംഗലം നഗരത്തിൽ നിലനിൽക്കുന്നു. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൃതദേഹം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിലുള്ള സംഘർഷം, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളാണിത്. പോലീസിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് കടക്കുന്നത്. റോഡ് ഉപരോധിച്ചുകൊണ്ട് ആ മൃതദേഹം റോഡിന്റെ ഒത്ത നടുവിലായി വെച്ച് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം, അതാണ് ഈ കാണാൻ സാധിക്കുന്നത്. വിജയകുമാർ, നാടകീയ രംഗങ്ങൾക്കാണ് കോതമംഗലം ടൗൺ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മരിച്ച വയോധികയുടെ മൃതദേഹവുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടക്കുന്നു. റോഡിന് നടുവിൽ ഒരു പന്തൽ പോലെ സ്ഥാപിച്ച് അവിടെ ഈ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കുന്നില്ല. പോലീസ് മൃതദേഹം ഏറ്റെടുക്കാൻ 2 തവണ ശ്രമിച്ചു. 2 തവണയും അത് ഈ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും അത് അനുവദിച്ചില്ല, തടഞ്ഞു. ആശുപത്രിയിൽ നിന്നും ബലമായി DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ബലമായി മൃതദേഹവുമായി പുറത്തേക്ക് വരികയായിരുന്നു. ജനപ്രതിനിധികളുണ്ട്, MLA മാരുണ്ട്, MP ഉണ്ട്, പഞ്ചായത്ത് അംഗങ്ങളുണ്ട്, മറ്റു പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട്. അങ്ങനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ അവിടെ പോലീസുമായി 2-3 തവണ ഏറ്റുമുട്ടലുണ്ടായി. ഇതാ വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്.
പോലീസുമായി വലിയ വാക്കേറ്റമാണ്, വാക്ക് തർക്കമാണ് അവിടെ. ജനപ്രതിനിധികൾ, രണ്ട് ജനപ്രതിനിധികളെ നമ്മൾ കാണുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ് MP ഉണ്ട്, അതുപോലെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉണ്ട്, മാത്യു കുഴൽനാടൻ MLA ഉണ്ട്. പ്രശ്നപരിഹാരം എന്തായാലും ഉടൻ സാധ്യമല്ല എന്ന തരത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ജനപ്രതിനിധികളും കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ. കോതമംഗലം നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മൃതദേഹം നഗരമധ്യത്തിൽ വെച്ചുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിയായിട്ട് സംസാരിച്ചു. മന്ത്രി ഉത്തരവാദിത്ത വിടുമെന്ന് പറഞ്ഞല്ലോ. ഒരു ബോഡി ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ പ്രതിഷേധ ജാഥ മന്ത്രിയായിട്ട് സംസാരിച്ച് മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ആളെ അയക്കാൻ നിങ്ങൾ എന്തിനാ അഭിപ്രായം കാണിക്കണം? ഞങ്ങളുടെ കസ്റ്റഡിയിലല്ല, ജനങ്ങളുടെ ഞങ്ങൾ പ്രതിഷേധ ജാഥ നടത്തുമ്പോൾ ഏതോ പോലീസ് ഉദ്യോഗസ്ഥരുള്ളത് അവരുടെ ബന്ധുവിനോട് അടിമാലി പോയി മൊഴി കൊടുക്കാനാണ് പറഞ്ഞത്. ഞാനത് പറയുന്നില്ല. ഉത്തരവാദിത്വത്തോടെ ആ വീട്ടുകാരോട് സംസാരിച്ച് അവരുടെ അനുമതിയോടെ നടത്തിയ പ്രൊസഷനാണിത്. ഞങ്ങൾ അവരോട് നിങ്ങൾ കേസെടുത്തോ, കുറച്ചാണെങ്കിൽ കയ്യാങ്കളി നടത്താൻ വന്ന ബലമായി പിടിച്ചു മേടിക്കാൻ നോക്കാം. ശരിയല്ല, ഒരു ഡെഡ് ബോഡിയാണ്. വൈകാരികമായി ജനങ്ങൾ നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ സംഘർഷം കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളിപ്പോൾ കാണുന്ന മറ്റൊരു ദൃശ്യം, ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ വീണ്ടും സംഘർഷമുണ്ടായിരുന്നു. ജനപ്രതിനിധികളും ആ സമയത്ത് DCC പ്രസിഡന്റിന്റെ ഒക്കെ നേതൃത്വത്തിൽ പോലീസിനെ അവിടെയും നേരിട്ടിരുന്നു. അവിടെയും സംഘർഷമുണ്ടായിരുന്നു. അത് ആശുപത്രിക്കകത്ത് മൃതദേഹം ഏതാണ്ട് ബലമായി തന്നെയാണ് ഈ പ്രതിഷേധക്കാർ, കോൺഗ്രസ് നേതാക്കൾ അടങ്ങുന്ന പ്രതിഷേധക്കാർ കൊണ്ടുവന്നത്. അവിടെ സംഘർഷമുണ്ടായി. ആശുപത്രിക്ക് പുറത്ത് പോലീസിനെ തള്ളി മാറ്റിയാണ് ആ പ്രതിഷേധ പ്രകടനം മുന്നോട്ട് കൊണ്ടുപോയത്. പോലീസ് ഇപ്പോൾ പറയുന്നത് അവരുടെ കൈവശമുണ്ടായിരുന്ന മൃതദേഹം അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ബലമായി അവരുടെ കസ്റ്റഡിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ ബലമായി കൊണ്ടുപോയി, അത് നിയമവിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അത് പോലീസിന്റെ കൈവശമുള്ളതല്ല. മൃതദേഹം അത് കുടുംബാംഗങ്ങളുടെ അനുമതിയോടെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ചില ഉറപ്പുകൾ ലഭിക്കേണ്ടതുണ്ട്. ആ ഉറപ്പുകൾ ലഭിക്കാതെ ഇത് വിട്ടു നൽകില്ല എന്ന കടുത്ത നിലപാടിലാണ് പ്രതിഷേധക്കാർ. വനമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. വനമന്ത്രി ആളെ അയക്കുമെന്ന് പറഞ്ഞു. അതിന് കാത്തു നിൽക്കാതെ പോലീസ് ഏകപക്ഷീയമായി നടപടി സ്വീകരിക്കരുത് എന്നാണ് മാത്യു കുഴൽനാടൻ MLA-യും ഡീൻ കുര്യാക്കോസ് MP-യും അവിടെ പോലീസിനോട് പറയുന്നത്. പോലീസ് പിൻവാങ്ങിയിട്ടില്ല, പ്രതിഷേധം തുടരുകയാണ്. ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീകാന്ത്, വലിയ സംഘർഷത്തിലേക്ക് പോയി, പക്ഷേ ഇപ്പോൾ തർക്കം ഏതാണ്ട് വാക്കേറ്റമായിരുന്നു. എന്താണ് തീരുമാനം? ജില്ലാ കളക്ടറോ ഉത്തരവാദിത്തപ്പെട്ടവരോ എത്താതെ ഇക്കാര്യത്തിൽ പിന്നോട്ടില്ല, മൃതദേഹം വിട്ടു നൽകില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാർ, അല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ മോർച്ചറിക്കുള്ളിൽ നിന്നും തുടങ്ങിയതാണ് പോലീസുമായുള്ള ഈ സംഘർഷം. അതിപ്പോൾ കോതമംഗലം നഗരത്തിൽ ഇപ്പോൾ പോലീസുമായി DYSP-യുമായുള്ള
തർക്കത്തിൽ തന്നെ തുടരുകയാണ്. ഒരു കാരണവശാലും താൽക്കാലികമായ ഒരു സെറ്റിൽമെന്റിന് തയ്യാറല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളും പൊതുജനങ്ങളും പറയുന്നത്. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം വേണം, അതാണ് അവരുടെ ആവശ്യം. നിലവിലിപ്പോൾ ഈ കോതമംഗലം നഗരത്തിൽ കുരുക്കടക്കം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ട്. കാരണം കുറെ നാളുകളായി അവർ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ മേഖലയിൽ ഏതാണ്ട് 5 പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുന്നു എന്നാണ് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരണം എന്നുള്ള ആവശ്യത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും നേരത്തെ വർഷങ്ങളിൽ കണ്ടു. ഈ മോർച്ചറിക്കുള്ളിൽ വെച്ച് ഡിവൈഎസ്പി പോലീസ് ഉദ്യോഗസ്ഥരും മൃതദേഹം ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പൊതുജനങ്ങളും ഉൾപ്പെട്ട ആളുകൾ അത് തടയുന്ന സാഹചര്യമുണ്ടായി. ശേഷം ഈ നഗരത്തിൽ ഈ മൃതദേഹവുമായി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ നടുറോഡിൽ കോതമംഗലം നഗരത്തിൽ നടുറോഡിൽ മൃതദേഹം വെച്ച് പ്രതിഷേധം അറിയിക്കുകയാണ്. ഇവിടെ വെച്ചും പോലീസുമായി ഡിവൈഎസ്പിയുമായി അടക്കം വാക്കേറ്റമുണ്ടായി. നിലവിൽ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അതിനിടയിലേക്ക് എന്തിനാണ് ഇത്തരത്തിൽ പോലീസ് വന്ന് സംഘർഷമുണ്ടാക്കിയതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. ഇത് തങ്ങളുടെ കസ്റ്റഡിയിലുള്ള മൃതദേഹമാണ്, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം, പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മൃതദേഹം വിട്ടു നൽകാം, ഇതാണ് പോലീസ് അറിയിക്കുന്നത്. പക്ഷേ വഴങ്ങാൻ കോൺഗ്രസ് നേതാക്കളോ ജനങ്ങളോ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഈ കോതമംഗലം നഗരത്തിൽ ഈ അതിന്റെ ഒത്ത നടുക്കായി തന്നെ ഈ മൃതദേഹം റോഡിൽ വെച്ചുള്ള പ്രതിഷേധം തുടരുകയാണ്. മന്ത്രിയടക്കമുള്ളവർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്താതെ ഒരു കാരണവശാലും ഈ മൃതദേഹം വിട്ടു നൽകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോഴും തുടരുന്നത്. പോലീസുമായി ഇപ്പോഴും അനുരഞ്ജന ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. മൃതദേഹം അധിക സമയം ഇങ്ങനെ നടുറോഡിൽ വെക്കാൻ സാധിക്കില്ല, സ്വാഭാവികമാണത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസുമായി വീണ്ടും ഒരു ചർച്ച ഈ നടുറോഡിൽ ഇപ്പോഴും നടക്കുന്നത്. അനുരഞ്ജന ചർച്ചയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത്. ആര് എത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്? ജില്ലാ കളക്ടർ എത്തണമെന്നാണോ ഈ കോൺഗ്രസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം? നടപടിയാണ്. ഒരു ജനങ്ങളുടെ പ്രതിഷേധമല്ലേ, ആ കുടുംബത്തിന്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് ഈ ബോഡി ഇനിയൊരാൾക്ക് ഇതുപോലെ മരണം ഉണ്ടാകരുത് എന്നുള്ളത് ആ ഗ്രഹനാഥൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത്. ഈ സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കാനാണ്, ആ കുടുംബത്തിന്റെ അനുവാദത്തോട് കൂടിയിട്ടാണ്. ഈ സർക്കാരിന്റെ നിലപാടെന്താ? ധാർഷ്ട്യമാണ്. ഈ ബോഡി ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, പ്രതിഷേധം നടത്താൻ പാടില്ല. ജനങ്ങളുടെ ജീവൻ എന്ത് വിലയുള്ളൂ? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തേണ്ടതല്ലേ? അങ്ങനൊരു മാത്യു കൊടങ്ങാടൻ MLA യും ഡീൻ കുര്യാക്കോസ് MP-യും മന്ത്രിമാരുമായി സംസാരിച്ചു. മന്ത്രി തിരുമൽ ചികിത്സയിലാണ്, വനം വകുപ്പ് മന്ത്രി. അദ്ദേഹം റോഷി അഗസ്റ്റിനെ വിടാമെന്ന് പറഞ്ഞു. ജില്ലാ കളക്ടർമാർ വരുമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അവർ വരട്ടെ. അവർ വരുന്നതിന് മുമ്പ് CPM നേതാക്കന്മാരുടെയും കോതമംഗലം MLA-യുടെയും വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച പോലീസുകാരെ നമ്മൾ എന്താ പറയാ? ആളുടെ മരണം നടന്നിട്ട് 2-3 മണിക്കൂറാകുന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി അവരെ ശവസംസ്കാരം നടത്തണമെന്ന് പോലീസ് വിചാരിച്ചാൽ നടക്കുമോ? ജനങ്ങളുടെ പ്രതിഷേധമാണ്. മുഖ്യമന്ത്രിയുടെ വീടിന്റെ മുകളിലൂടെ മരപ്പെട്ടി ഓടിയിട്ട് 50 ലക്ഷവും 1 കോടിയും ചെലവഴിക്കാനുണ്ട്. ഈ നാട്ടുകാരെ ജീവൻ പോയിട്ട് 10 ലക്ഷം രൂപയെങ്കിലും ഈ ഫെൻസിങ്ങിന് വേണ്ടി കൊടുക്കണ്ടേ? തീർച്ചയായും അതാണ്. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നാണ് അറിയിക്കുന്നത്. നേരത്തെ മന്ത്രിമാരുമായി ജനപ്രതിനിധികൾ സംസാരിച്ചപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ സാധാരണ ഇത്തരം പ്രശ്നങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലാണല്ലോ ഉണ്ടാകാറുള്ളത്. അവിടെ കളക്ടർ എത്തണം എന്നാണോ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്? എന്തൊക്കെ ഉറപ്പുകൾ ആവശ്യപ്പെടുന്നുണ്ട്? അത് അക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി ജില്ലാ ഭരണകൂടത്തിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ മന്ത്രി വരുമെന്ന് പറയുന്നു, അദ്ദേഹം അവിടേക്ക് ഉടനെത്താൻ സാധ്യതയുണ്ടോ? നിലവിലിപ്പോൾ ഈ ജനപ്രതിനിധികൾ അടക്കം പറയുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. റോഷി അഗസ്റ്റിനും ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന നേതാക്കളും എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ കാത്തുനിന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തൊന്നും തിടുക്കപ്പെട്ട നടപടി ഉണ്ടായി എന്നാണ് ഇവർ ആരോപിക്കുന്നത്. മന്ത്രി എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ എത്തിയേക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് ഇടുക്കി ജില്ലയുടെ കൂടിയുണ്ട്. പക്ഷേ മന്ത്രി ഇവിടെ എത്തണം, ഉത്തരവാദിത്തപ്പെട്ടവരെത്തണം. തങ്ങൾക്ക് ശാശ്വതമായ പ്രശ്നപരിഹാരം വേണം, അല്ലാതെ മൃതദേഹം കൊണ്ടുപോകാനോ പോസ്റ്റ്മോർട്ടം നടപടികൾക്കോ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ പൊതുജനങ്ങളും അതോടൊപ്പം കോൺഗ്രസ് നേതാക്കളും അറിയിച്ചിരിക്കുന്നത്. ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. പോലീസിന്റെ അനുരഞ്ജന ചർച്ചകൾക്ക് അവർ ഇനിയും വഴങ്ങുന്നില്ല. ഈ ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഏത് രീതിയിലാണ്
ഈ സംഭവത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു നോക്കാം. പ്രതികരണം നേരത്തെയും കിട്ടിയിരുന്നില്ല. സാർ ഇത് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? വിജയകുമാർ, പോലീസിന്റെ ഭാഗത്തൊന്നും നിലവിൽ ഈ വിഷയത്തിൽ തൽക്കാലം പ്രതികരണം യാതൊന്നും തന്നെയില്ല. നേരത്തെ മോർച്ചറിക്കുള്ളിൽ വെച്ച് പോലീസും ഈ ജനപ്രതിനിധികളുമായി വലിയ സംഘർഷം നടന്നിരുന്നു, തർക്കം നടന്നിരുന്നു. മൃതദേഹം പിടിച്ചെടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. പോലീസ് പറയുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം, തങ്ങളുടെ കസ്റ്റഡിയിലുള്ള മൃതദേഹമാണിത്, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കളോ പൊതുജനങ്ങളോ തയ്യാറായിട്ടില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ എത്തട്ടെ എന്നുള്ളതാണ് ഇവർ ഇപ്പോഴും നിലവിൽ ആവശ്യപ്പെടുന്നത്. ഇടുക്കി അടിമാലി കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് ദാരുണമായി മരിച്ചത്. കൃഷി വിളവെടുക്കുന്നതിനിടെ ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിക്ക് ശേഷമാണ് ആനയെ ആക്രമിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു, അവിടെ സൂക്ഷിച്ചു. അതിനുശേഷം അവിടെ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ ബലമായി മൃതദേഹം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇല്ല, പോലീസിന്റെ പ്രതികരണം വന്നിട്ടില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ അവിടേക്ക് എത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ അനുനയത്തിനുള്ളൂ എന്നത് കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകര്, ജനപ്രതിനിധികൾ. അവിടെ ഡീൻ കുര്യാക്കോസ് MP ഉണ്ട്, മാത്യു കുഴൽനാടൻ MLA ഉണ്ട്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉണ്ട്, മറ്റ് നേതാക്കളുണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. അവിടെ പ്രതിഷേധം തുടരുകയാണ്. കോതമംഗലം ടൗണിൽ തന്നെ മൃതദേഹം ഇപ്പോൾ നാട്ടുകാർ അവരുടെ നിയന്ത്രണത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിഷേധം തുടരുകയാണ്. ഉറപ്പുകൾ ലഭിക്കാതെ ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വിട്ടുകൊടുക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കുടുംബത്തിന്റെ അനുമതിയോടെയാണ് മൃതദേഹം പോലീസ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന് മാത്യു കുഴൽനാടൻ MLA പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. പോലീസ് ആദ്യം മോർച്ചറിയിൽ നിന്ന് ആശുപത്രിക്ക് മുന്നിൽ വെച്ചും അതിനുശേഷവും 1-2 സ്ഥലത്ത് പോലീസുമായി ഏതാണ്ട് ഏറ്റുമുട്ടൽ തന്നെ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹവുമായി കോതമംഗലം ടൗണിലൂടെ പ്രതിഷേധം മുന്നോട്ട് പോവുകയും ഇപ്പോൾ നഗരമധ്യത്തിൽ തന്നെ അത് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പോലീസ് 2-3 തവണ പ്രതിഷേധക്കാരുമായി അനുനയത്തിന് സമവായത്തിന് ശ്രമിച്ചെങ്കിലും അത് നടന്നിട്ടില്ല. മന്ത്രി എത്തട്ടെ, റോഷി അഗസ്റ്റിൻ എത്തട്ടെ എന്നാണ് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത്, ജനപ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. വനം മന്ത്രിയുമായി ഇതിനോടകം സംസാരിച്ചു എന്നാണ് MLA അറിയിച്ചത്. ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, ഇപ്പോൾ മന്ത്രി എത്തുന്നത് വരെ ഈ പ്രതിഷേധം തുടരാനുള്ള അനുമതി അല്ലെങ്കിൽ ആ മട്ടിൽ പോലീസ് പിന്മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ശ്രീകാന്ത്, കേൾക്കാമെങ്കിൽ പോലീസ് തൽക്കാലം പിൻവാങ്ങി നിൽക്കുകയാണ് എന്ന് തോന്നുന്നു. അവിടെ മന്ത്രി എത്തുമെന്നൊരു ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിൽ അവരെത്തട്ടെ, അതിനുശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്ന മട്ടിൽ പോലീസ് പിൻവാങ്ങി നിൽക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും നിലവിൽ ഇപ്പോൾ പോലീസ് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. തൽക്കാലം പോലീസ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നില്ല. പോലീസ് അല്പം പിൻവാങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ സംഘർഷം ഒന്ന് എസ്കലേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു വശത്ത് മൃതദേഹവുമായി കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ഈ പൊതുജനങ്ങളടക്കമുള്ളവരുടെയും പ്രതിഷേധം ആണ്. അത് കോതമംഗലം നഗരത്തിൽ ഈ മൂന്നാറിലേക്കൊക്കെ പോകുന്ന ഈ റോഡിൽ ഒത്ത നടുക്കായാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. അവിടെ ഒരു പന്തലിട്ട് അവിടെ മൃതദേഹം വെച്ച് പ്രതിഷേധം ാണ്. തൊട്ടിപ്പുറത്തായി പോലീസ് സംഘം നിൽക്കുന്നുണ്ട്. അവർ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ ഇപ്പോൾ കൂടിയാലോചന നടത്തുന്നുണ്ട്. എന്താണ് നിർദ്ദേശം മുകളിൽ നിന്നും വരുന്നത് അതനുസരിച്ച് നീങ്ങാനാണ് അവരുടെ തീരുമാനം. നേരത്തെ മോർച്ചറിയിൽ വെച്ച് മൃതദേഹം പിടിച്ചെടുത്ത് അത് ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ പോകാൻ പോലീസ് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിനെ ചെറുത്തു നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത്. തുടർന്ന് പോലീസ് പിൻവാങ്ങി. പിന്നീട് ഒരു മാർച്ചായി ഒരു പ്രതിഷേധ ജാഥ കോതമംഗലം നഗരത്തിലൂടെ ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഈ പ്രതിഷേധം ഈ നഗരത്തിന്റെ ഒത്ത നടുക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ പോലീസ് വീണ്ടും ഇടപെട്ടു. മൃതദേഹം പിടിച്ചു വാങ്ങാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ
കോൺഗ്രസിന്റെ നേതാക്കളും ആ പ്രവർത്തകരും അതിനെ ചെറുത്തു നിൽക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നഗരത്തിന്റെ ഒത്ത നടുക്ക് ഇപ്പോൾ മൃതദേഹം വെച്ചുള്ള പ്രതിഷേധം നടക്കുന്നു. പോലീസ് പിൻവാങ്ങിയിട്ടുണ്ട്. പോലീസ് ഒരു സൈഡിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകാം എന്നതാണ് അവരുടെ തീരുമാനം. നഗരത്തിൽ വലിയ ഗതാഗത കുരുക്ക് ഇതിനോടകം തന്നെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത്ര ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ആ വീട്ടുകാരുടെ പിന്തുണ കൂടി പ്രതിഷേധക്കാർക്കുണ്ട് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നതും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മന്ത്രി എത്തും എന്നറിയിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴത്തേക്ക് മന്ത്രി എത്തും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ എത്തും എന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രമല്ല, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഏതാണ്ട് 5 പഞ്ചായത്തുകളിൽ സ്ഥിരം ഈ ആനയുടെ ശല്യം ഉള്ളതാണ്. അതിനി ഒരു ശാശ്വത പരിഹാരമില്ലാതെ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇലക്ഷൻ സമയമാണ് വരുന്നത്. മന്ത്രിക്ക് എത്താതിരിക്കാനാകില്ല എന്ന് നിലവിൽ കരുതുന്നു. അല്പസമയത്തിനകം മന്ത്രി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതിഷേധത്തിൻ്റെതാണ്. പ്രതിഷേധം തുടരുന്നു. ഒരു ഭാഗത്ത് പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു. വന്യമൃഗ ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. വയനാട്ടിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട സമാനമായ കാഴ്ചയാണിത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖല, ഇടുക്കി അതിർത്തി, കോതമംഗലം, നേര്യമംഗലം ഭാഗത്ത് കാണുന്നത്. വലിയ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇടുക്കി അടിമാലി കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിര ഇന്ന് രാവിലെ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുകയായിരുന്നു. കൂവ കൃഷി വിളവെടുക്കുന്നതിനിടെയാണ് കാട്ടാന ആക്രമിച്ചത്. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ അവരുടെ മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചു. ആ സമയത്താണ് കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികളുമൊക്കെ അവിടെ പ്രതിഷേധവുമായി എത്തിയത്. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി തന്നെ മൃതദേഹം അവർ പിടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം പോലീസുമായി ചെറിയ തോതിൽ ഏറ്റുമുട്ടൽ പോലും ഉണ്ടായി. മൃതദേഹവുമായി പിന്നീട് ഒരു പ്രതിഷേധ ജാഥ എന്ന മട്ടിൽ കോതമംഗലം ടൗണിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ, ജനപ്രതിനിധികളടക്കം ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, DCC പ്രസിഡന്റ് അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുകയായിരുന്നു. പോലീസ് തടയാൻ ശ്രമിച്ചു. പോലീസ് വലയം ഭേദിച്ച് അവർ മുന്നോട്ട് പോയി. കോതമംഗലം ടൗണിൽ നഗരമധ്യത്തിൽ തന്നെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ജനപ്രതിനിധികൾ വനമന്ത്രിയുമായി സംസാരിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ അവിടെ എത്തുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ജനപ്രതിനിധികൾക്ക്. അവരെത്തുന്നതിന് മുൻപ് തന്നെ മൃതദേഹം തിരികെ കൊണ്ടുപോകാൻ പോലീസ് നടത്തിയ നീക്കം വീണ്ടും സംഘർഷത്തിൽ കലാശിച്ചു. മൃതദേഹം വിട്ടു നൽകില്ല എന്ന് തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഈ ജനപ്രതിനിധികളും ഒക്കെ പറഞ്ഞു. തുടർന്ന് രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. അങ്ങനെ ഇപ്പോഴിതാ മന്ത്രി എത്തിയ ശേഷം സംസാരിച്ച ശേഷം മൃതദേഹം വിട്ടു നൽകാമെന്ന് ഇവർ അറിയിച്ചിരിക്കുകയാണ്. തൽക്കാലം പോലീസ് പിൻവാങ്ങിയിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും പോലീസുമായി വാക്കേറ്റം തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അവരുടെ വീട്ടുകാരോട് നിങ്ങൾ സമാധാനം പറയാതെ വീട്ടുകാരോട് ചോദിച്ചിട്ടില്ല. നിലപാടുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. അവരെ വീട്ടുകാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിൽക്കേണ്ട. അപ്പൊ ഒന്നിനെ ആന ചവിട്ടിക്കൊന്നു, ബാക്കിയുള്ള മക്കളെ നിങ്ങൾ ചവിട്ടിക്കൊല്ലുവാണോ? ഇതാ ചോദ്യം. ഫോറസ്റ്റും പോലീസും കൂടി എന്നെ നിലപാടല്ലോ നിങ്ങളുടെ. സാറിന്റെ വാ തുറക്കാത്ത ഈ സാറ് DYSPയുടെ മുകളിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് പറ, ഞങ്ങൾ അവരോട് ചോദിക്കാം. ഞങ്ങൾക്ക് ഇതിന്റെ പണി അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല. സാറ് DYSP ആയിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ളൊക്കെയാണ് ഞങ്ങൾ ചോദിക്കണേ. സാർ എന്നിട്ട് പറയണില്ലല്ലോ. അതെന്താ അല്ല, ഈ ഇലക്ഷൻ അടുത്തപ്പോ മാത്രമാണല്ലോ MP നെ കണ്ടുള്ളൂ. അത് MP